നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ കുടൽമാണിക്യത്തിൽ തൊഴുതിട്ടാണ് നമ്മൾ ഗുരുവായൂർക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറിയ ക്ഷീണം തോന്നിയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും എന്തെങ്കിലും വെള്ളം കുടിക്കാമെന്ന് കരുതി പോകുന്ന വഴി ഒരു ഹൈവേയുടെ അടുത്തൊരു കടയിൽ നിർത്തി ലൈം ജ്യൂസും ഫ്രഷ് ജ്യൂസും ഒക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് ക്ഷീണം മാറ്റിയിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അവിടുന്ന് ഞങ്ങൾക്കൊരു 3/4 മണിക്കൂർ അരമണിക്കൂറേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്ന മയൂരി റെസിഡൻസി വെസ്റ്റ് നടയുടെ ഭാഗത്തുള്ള അവിടെ എത്തിയായിരുന്നു. അപ്പം നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നോൺ AC റൂമിന് 2200 റേറ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഹോട്ടലിനകമാണ് കേട്ടോ. ഇതെല്ലാം അകമാണ്. ഞങ്ങൾക്ക് 5th ഫ്ലോറിലായിരുന്നു റൂം ഉണ്ടായിരുന്നത്. നമ്മൾ ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ നിന്ന് റൂമിലെത്തി. ഇത് ഞങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്ത ദന്തൽ കിറ്റും സോപ്പും ഷാമ്പും ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെയാണ് റൂമിനകത്തെ കബോർഡുകൾ. നെക്സ്റ്റ് നമ്മൾ പുറത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നമ്മൾ ഇവിടെ തന്നെ ലഞ്ച് കഴിക്കാനായിട്ട് താഴെ പോവുകയാണ്. താഴെ റെസ്റ്റോറൻറ്റിൽ അപ്പം വെജിറ്റേറിയൻ മീൽസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം നമുക്ക് വന്നിരിക്കുന്ന മീൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത്രയും കറികളും ചോറും പിന്നെ പായസവും ഇത്രയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റെല്ലാം എടുത്ത് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി തൊഴുവാനായിട്ട്. രാവിലെ ആയിരുന്നു നമുക്ക് കല്യാണം. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി തന്നെ തൊഴുതു. എല്ലാം ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. പ്രസാദത്തിന് ചീട്ടെല്ലാം എഴുതി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈവനിങ് ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടൽ ഊട്ടുപുര വെസ്റ്റ് നടയിലുള്ള ഹോട്ടൽ ഊട്ടുപുരയിലോട്ട് പോയി. അവിടെ അപ്പം ചോറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചോറാണ് ഞാനും അമ്മയും ഒക്കെ കഴിച്ചത്. അച്ഛനും ഏണ്ണും ഒക്കെ മസാല ദോശയൊക്കെയാണ് കഴിച്ചത്. പിന്നെ രാവിലെ ഞങ്ങൾക്ക് കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ നടയിലെ കല്യാണത്തിന് വേണ്ടി പോയി. അപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ ഒന്ന് തൊഴുതു. അതിനുശേഷം ബാലകൃഷ്ണ റെസിഡൻസി വെസ്റ്റ് നടയിലുള്ള അവിടെയായിരുന്നു റിസപ്ഷൻ നടന്നിരുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇതാണ് കല്യാണം നടന്നിരുന്ന റിസപ്ഷൻ ഹാള് കേട്ടോ. താലികെട്ടും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി ഗുരുവായൂർ വെച്ച് കഴിഞ്ഞതുകൊണ്ട് ചെറിയൊരു ഫംഗ്ഷൻ പോലെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇതായിരുന്നു നമ്മളെ സദ്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. സാമ്പാർ പിന്നെ കുറച്ച് ഇതൊക്കെ കറികളൊന്നുണ്ട്. പിന്നെ പായസം ഇതാണ് നമ്മളെ കല്യാണത്തിന് വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്. ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്.